ആദ്യമായിട്ടാണ് ഞാൻ ഈ പിസ്സ ഉണ്ടാക്കുന്നത്. എല്ലാത്തിൻ്റെ അടിസ്ഥാനമാണ് നമ്മൾ നേരെ ആക്കേണ്ടത്. അതുകൊണ്ട് തന്നെ നമ്മുടെ അടിസ്ഥാനമാണ് ഈ പിസ്സയുടെ ഡോ എന്ന് പറയുന്ന സംഭവം. ഇത് നമുക്ക് വേണ്ടി ഉണ്ടാക്കുന്നതുകൊണ്ടാണ് ഗ്ലൗസ് ഒന്നും ഉണ്ടാക്കുന്നത്. പുറത്ത് കൊടുക്കുമ്പോൾ നമ്മൾ ഡബിൾ ഗ്ലൗസ് ഇട്ടിട്ട്. അയ്യോ ആരെങ്കിലും വരുമെന്ന് മാത്രമേ കിട്ടും. ഇവിടുത്തെ പിസ്സയുടെ മാത്രം പ്രത്യേകതയാണ് ഇവിടുത്തെ ചീസ്. നമ്മൾ ഒരു പിസ്സയിൽ ഒരു പാക്കറ്റ് ചീസ് മാത്രമേ അതുപോലെ കുക്ക് ചെയ്യുമ്പോൾ സംസാരിക്കാൻ പാടില്ല. ഇതാണ് നമ്മുടെ ഇവിടുത്തെ സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ആണ്. ആർക്കും പറഞ്ഞു തരില്ല. ഓൾമോസ്റ്റ് മാറും കാര്യങ്ങളൊക്കെ രണ്ടാമത് നനച്ചതിന്റെ കാര്യങ്ങൾ പറയുന്നത്. ഓ ആദ്യം നനച്ചത് ചിക്കൻ ബാർബിക്യൂ ഉണ്ടാക്കും. ഇതിങ്ങനെ ഇട്ട് ചിക്കൻ എടുത്ത് വീഡിയോ അപ്ലോഡ് ചെയ്യാനൊന്നും പറ്റും. പിന്നെ കയ്യിട്ട് ഇതിട്ടില്ല നമ്മൾ കമന്റോട് കൊണ്ടുപോകുന്നത് ഞങ്ങൾ ഉണ്ടാക്കാൻ ഞങ്ങൾ കഴിക്കാൻ. ഇങ്ങനെ നിങ്ങൾ കസ്റ്റമറിന് കൊടുക്കൂലെന്ന് ഞങ്ങൾ എങ്ങനെ വിശ്വസിക്കും? അത് നമുക്കൊരു കോൺട്രവേഴ്സി ഒക്കെ ഉണ്ടാക്കിയല്ലേ. നീ എന്തിനു സമ്മതിക്കും? എന്തിനെന്ന്? എന്റെ കസ്റ്റമേഴ്സ് ഒരിക്കലും മോശം ആഹാരം കഴിക്കേണ്ടി വരും. ആണോ? ടേസ്റ്റ് സ്വല്പം കുറഞ്ഞിരിക്കും. അല്ല ടേസ്റ്റിന്റെ കാര്യമാണ്. ഞാനൊരു കാര്യം പറഞ്ഞുതരാം. ടേസ്റ്റ് എന്റെ ടേസ്റ്റ് അല്ല നിന്റെ ടേസ്റ്റ്, വ്യത്യാസങ്ങളുണ്ട്. എനിക്ക് ഇഷ്ടപ്പെടുന്ന ടേസ്റ്റ് ചിലപ്പോൾ ഇഷ്ടപ്പെടുന്നില്ല. മനസ്സിലായോ? അതിന്റെ കാര്യത്തിൽ മാത്രമേ എനിക്ക് ഗ്യാരണ്ടി പറയാൻ പറ്റില്ല. പക്ഷെ സാധനം ക്വാളിറ്റി ഉള്ളതായിരിക്കും. സാധനത്തിന്റെ ക്വാളിറ്റിയിൽ ആർക്കും കുറ്റം പറയാൻ ഞാൻ സമ്മതിക്കില്ല. അങ്ങനെ വരുമ്പോഴത്തേക്ക് ഞാൻ പ്രസ്ഥാനം മതിയായി. സന്തോഷമായില്ലേ? ചീസ് മാത്രമേ ഉള്ളൂ. അത് മതി മതി. അത് നമ്മുടെ ചിക്കന്റെ മേലെ കൂടെ ഇടണം. ആരെയാണ് വിളിച്ച?